പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്നത്തെ വീഡിയോ വന്നിട്ട് നമ്മളൊരു സൺസ്ക്രീൻ അൺബോക്സ് ചെയ്യാണ് കേട്ടോ. അപ്പൊ ഞാനൊരു 2 മാസത്തോളമായി ഇതിന്റെ പിന്നാലെ നടക്കുന്നുണ്ട്. അപ്പം ഇത് എത്രത്തോളം നല്ലതാണ് അല്ലെങ്കിൽ ഇതിന്റെ റിവ്യൂസ് എന്തൊക്കെയാണെന്നൊക്കെ ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് ചെക്ക് ചെയ്യാറുണ്ട്. അപ്പം അത്യാവശ്യം നല്ലതാണെന്ന് തോന്നി. അപ്പൊ അതെ, അങ്ങനെ നമ്മൾ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ റേറ്റ് ആദ്യം തന്നെ പറഞ്ഞേക്കാം. 349 രൂപയാണ്. 50 ml ബോട്ടിലാണ്. അപ്പം ഇത് ഞാൻ വാങ്ങിച്ചത് പർപ്പിൾ നിന്നായിരുന്നു. അപ്പൊ എല്ലാ സൈറ്റുകളിലും നമുക്ക് ഇത് അവൈലബിൾ ആണ് കേട്ടോ. ഇതിന്റെ കൺസിസ്റ്റൻസി കാണിച്ചു തരാം കേട്ടോ. അപ്പൊ ഇതൊരു ഇച്ചിരി ലൂസ് കൺസിസ്റ്റൻസി ആണ്. അപ്പൊ ചെറിയൊരു എമൗണ്ട് എടുത്താൽ തന്നെ നന്നായിട്ട് നമുക്ക് സ്പ്രെഡ് ചെയ്യാൻ പറ്റും. അപ്പം ഒരിത്തിരി ടൈം എടുക്കുന്നുണ്ട് അത് അബ്സോർബ് ആവാൻ. അപ്പൊ അതുവരെ നമ്മൾ നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക. അപ്പോഴേ എല്ലാ ഭാഗത്തും ഒരേപോലെ വരുള്ളൂ. അപ്പൊ കണ്ടില്ലേ ഒരു ചെറിയൊരു ഗ്ലോ ഉള്ളത്. അപ്പം ഇത് ഒരു ചെറിയൊരു ഗ്ലോ തരുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ടാനിങ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കുറയുന്ന പോലെ നമുക്ക് ഫീൽ ചെയ്യും ഇത് ഉപയോഗിക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ. അപ്പം ഞാനിത് ഉപയോഗിച്ചതിന് ശേഷമാണ് ഞാനിതിൻ്റെ റിവ്യൂസ് ഇടുന്നത്, അൺബോക്സിങ്ങിൻ്റെ വീഡിയോ തന്നെ അപ്ലോഡ് ചെയ്യുന്നത്. ഇതേപോലെ നമുക്ക് ഏത് സ്കിൻ ടൈപ്പാർക്കും നമുക്ക് ധൈര്യമായിട്ട് യൂസ് ചെയ്യാം കേട്ടോ. ഇപ്പോൾ ഓയിലും ആയിക്കോട്ടെ, ഡ്രൈ ആയിക്കോട്ടെ, കോമ്പിനേഷൻ സ്കിൻ ആയിക്കോട്ടെ, ഏത് സ്കിന്നുള്ള ആളുകൾക്കാണെങ്കിലും യൂസ് ചെയ്യാം. ഇത് ഞാനൊന്ന് ഫേസിൽ അപ്ലൈ ചെയ്ത് കാണിക്കാം. അപ്പം നമുക്ക് ചെറിയൊരു ക്വാണ്ടിറ്റി എടുക്കുന്ന സമയത്ത് തന്നെ നമുക്ക് നന്നായിട്ട് സ്പ്രെഡ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഒരു ലൂസ് കൺസിസ്റ്റൻസിയാണ്. അപ്പം നമുക്ക് നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കണം, എങ്കിൽ മാത്രമേ നന്നായിട്ട് അബ്സോർബ് ആവുള്ളൂ. ഈ ഒരു സൺസ്ക്രീനിന്റെ അഡ്വാൻറ്റേജ് ആയിട്ട് തോന്നിയത് ഇത് വൈറ്റ് കാസ്റ്റ് ഒന്നും ഇല്ലാത്തൊരു സൺസ്ക്രീൻ ആണ്. അതുപോലെ തന്നെ നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അബ്സോർബ് ആയി കഴിഞ്ഞാൽ നല്ലൊരു ഗ്ലോ കിട്ടും ഫേസിൽ. അങ്ങനെ ഒരു നാച്ചുറൽ ഗ്ലോ ആയിട്ടാണ് തോന്നുക. പിന്നെ നമ്മളിപ്പം ഈവനിങ് ഒക്കെ നോക്കുന്ന സമയത്ത് ചില സൺസ്ക്രീൻ ഇട്ട് കഴിഞ്ഞാൽ ഒരു ഓയിലി ആയിട്ട് നമ്മളെ ഫേസ് ആകെ ഡള്ളാക്കുന്ന രീതിക്കൊക്കെ വരാറുണ്ട്. അപ്പം അങ്ങനെ ഒരു ഇഷ്യൂ ഈ ഒരു സൺസ്ക്രീന് ഉപയോഗിക്കുന്ന സമയത്ത് നമുക്ക് തോന്നിയിട്ടില്ല കേട്ടോ. ഞാൻ വേറെ 2-3 ബ്രാൻഡിന് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അത് ഉപയോഗിക്കുന്ന സമയത്ത് അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. ഒരു ഈവനിങ് ടൈം ഒക്കെ ആവുന്ന സമയത്ത് നന്നായിട്ട് ഓയിലൊക്കെ ആയിട്ട് ഫേസിൽ ഒരു ഡൾനെസ് ഫീൽ ചെയ്യായിരുന്നു. അപ്പം ആ ഒരു സംഭവം ഈ ഒരു സൺസ്ക്രീൻ ഉപയോഗിക്കുന്ന സമയത്ത് ഉണ്ടായിട്ടില്ല. ഇതൊരു അടിപൊളി സൺസ്ക്രീൻ ആയിട്ട് തോന്നി. എനിക്ക് പേഴ്സണലി വളരെയധികം ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഏകദേശം ഒരു 1 വീക്ക് ഉപയോഗിച്ചതിന് ശേഷമാണ് ഞാൻ ഇതിൻ്റെ ഡീറ്റെയിൽസ് അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ടാറ്റാ, ബൈ ബൈ.